ാക്കിയാൽ പുതിയ പാർട്ടി തുടങ്ങുകയോ പുറത്ത് സ്വാഗതം മോദിക്കൊണ്ട് കാത്തിരിക്കുന്ന എതിർപക്ഷ പാർട്ടിക്കാരോ കൂടെ കൂട്ടിക്കൊള്ളും. സർവത്ര സ്വാതന്ത്ര്യം. കുറച്ച് നടക്കാത്ത പ്രസ്താവനയും ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വർക്കും നടത്തിയാൽ ആർക്കും നേതാവുമാകാം. ഒരു കാലത്ത് ജനങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥയാണിത്. എന്നാൽ തുടർ ഭരണം ഉറപ്പിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തിന് കോൺഗ്രസിന്റെ കസേര കളി കണ്ടു രസിക്കാൻ ഒരു സുഖം തന്നെയാണ്. കോൺഗ്രസ് ഒരു കാരണവശാലും ഭരണത്തിൽ വരില്ലെന്ന ഇടതുപക്ഷത്തിന്റെ അമിതാവേശം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തെല്ലൊന്നടങ്ങിയോ എന്ന സംശയം പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയാകാൻ കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന LDF-ൽ തമ്മിൽ തല്ലില്ല എന്നത് അവരുടെ പ്രവർത്തന ഗുണം തന്നെയാണ്. പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന പ്രതീക്ഷയിലാണ് ഇടത് അനുഭാവികൾ. മറിച്ചൊരാളുടെ പേര് പറയാനോ സ്വാതന്ത്ര്യത്തോടെ മുഖ്യമന്ത്രിയാകാൻ മറ്റൊരാൾക്ക് യോഗ്യതയുണ്ടെന്ന് പറയുവാനോ ആരുടെയും നാവ് പൊന്തില്ല. അതാണ് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരുടെ ഗുണം. അതുകൊണ്ട് ഇടതുപക്ഷത്തിലെ കസേര കളി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നിരാശ മാത്രമേ ബാക്കി കാണുകയുള്ളൂ. എന്നാൽ കോൺഗ്രസിൽ അങ്ങനെയല്ല. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ നിരവധി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവെന്ന ലേബലിൽ തിളങ്ങുന്ന രമേശ് ചെന്നിത്തല, ഹൈക്കമാൻഡിലെ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സാക്ഷാൽ KC വേണുഗോപാൽ, വട്ടിയൂർക്കാവിൽ ജയം ഉറപ്പിച്ചാൽ K മുരളീധരന്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ നേതാക്കന്മാരും തങ്ങളുടെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്രയ്ക്കായി നിരവധി തന്ത്രങ്ങളും ചില കുതന്ത്രങ്ങളും പയറ്റുന്നുണ്ടെന്ന് അറിയുന്നു. കാര്യമായ PR വർക്ക് ഇതിന് ആവശ്യമാണ്. കേരളം വലത്തോട്ട് തിരിയുന്നു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് മുഖ്യമന്ത്രി ആരാവണമെന്ന ചർച്ച. കണ്ണൂർ സിംഹം K സുധാകരനെ ഹൈക്കമാൻഡ് അടിച്ചുകൂട്ടി ഒരു മൂലക്കിരുത്തി എന്നത് ശരി തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തെ അങ്ങനെ ഒരിടത്തിരുത്താൻ സാധിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും K സുധാകരന് ഹൈക്കമാൻഡ് നൽകിയ വാഗ്ദാനം? കണ്ടറിയാം. വാഗ്ദാനം എന്തുമാവട്ടെ, കേരളം ഭരിക്കാൻ മിടുക്കനായ പ്രവർത്തന ശൈലിയുടെ ജനങ്ങളെ കയ്യിലെടുത്ത KC വേണുഗോപാലിനെ കൊണ്ടേ സാധിക്കൂ എന്ന വെടിപൊട്ടിച്ച K സുധാകരന്റെ ലക്ഷ്യബോധം സങ്കീർണമാവാൻ സാധ്യതയുണ്ട്. കേരളം KC നയിക്കട്ടെ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. കേരളത്തിന് വേണ്ടത് KCയെ പോലുള്ള ദീർഘദർശിയായ നേതാവിനെയാണെന്നും പോസ്റ്റിലൂടെ പരസ്യമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ മുടിചൂടാ മന്നനായി ഉയരാൻ KCക്ക് കഴിയും. അതും K കരുണാകരന്റെയും മറ്റ് കോൺഗ്രസ് മഹാനേതാക്കന്മാരുടെയും പാത പിന്തുടർന്ന് എന്നും വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. പ്രവർത്തകരോട് കാണിക്കുന്ന വിനയവും എല്ലാവർക്കുമൊപ്പം അവരുടെ സഹയാത്രികനായി നിൽക്കാൻ കഴിയുന്നതും KCയെ വ്യത്യസ്തനാക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിൽ നിർണായക ചുമതലകൾ വഹിക്കുമ്പോഴും KCയുടെ സാന്നിധ്യം എത്ര നിർണായകമാണെന്ന് എന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നുവെന്നാണ് സുധാകരൻ മൊഴിയുന്നത്. KCയെ പിന്തുണയ്ക്കാൻ നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി എന്നതും പ്രത്യേകത തന്നെയാണ്. റോജി M ജോൺ, രമ്യ ഹരിദാസ്, അലോഷ്യസ് സേവ്യർ, പഴകുളം മധു തുടങ്ങിയവർ സുധാകരന്റെ വാക്കുകൾക്ക് പിന്തുണ അറിയിച്ചു. K സുധാകരന് പിന്തുണയുമായി നിരവധി പേർ എത്തിയപ്പോൾ VD സതീശന്റെ ആരാധകർ വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ വിട്ടുകൊടുക്കാനാവില്ല. എങ്ങാനും UDF ജയിച്ചു പോയാലോ? K സുധാകരന്റെ കമന്റ് ബോക്സിൽ കൂട്ടയടി തന്നെ VDSന്റെ അനുയായികൾ നടത്തി. KCക്കൊപ്പം നിന്ന് സുധാകരൻ വില കളയരുതെന്ന് ഒരു പണ്ഡിതൻ ഉപദേശിച്ചിട്ടുണ്ട്. കഴിവ് കൂടുതലുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ കാര്യം KC വേണുഗോപാൽ നോക്കട്ടെ എന്നും കേരളം ഞങ്ങളുടെ VD സതീശൻ നോക്കിക്കൊള്ളുമെന്നും മറ്റൊരുത്തൻ തട്ടിവിട്ടു. ഒടുവിൽ ഒരു ഗതിയുമില്ലാതെ K സുധാകരന്റെ കമന്റ് ബോക്സ് പൂട്ടി. ലീഡർ K കരുണാകരൻ, ഉമ്മൻചാണ്ടി, വയലാർജി, AK ആന്റണി തുടങ്ങിയ നേതാക്കൾക്കു ശേഷം KC ആണെന്ന് സുധാകരൻ പറയുന്നുണ്ട്. നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാൽ ഉയരട്ടെ എന്നും സുധാകരൻ സ്വയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പൊക്കലും പുകഴ്ത്തലും ഒക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണെന്ന് കരുതിയേക്കരുത്. എന്നാൽ VD സതീശൻ ഇത്തരം PR വർക്കിലൊന്നും ഇടപെടാതെ തിരക്കുകളിൽ നിന്നും മാറി നിന്ന്
ഒരു മൂന്നാർ യാത്രയിലാണ്. തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിൽ പങ്കെടുത്ത് തളർന്നപ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കാൻ കാടും മേടും പുൽമേടുകളും ആസ്വദിച്ച് തണുപ്പിലേക്ക് ഒരു യാത്ര. അസൂയക്കാർ പറയുന്നത് മറ്റൊന്നാണ്. ഈ തിരഞ്ഞെടുപ്പിൽ UDF തോറ്റാൽ വനവാസത്തിന് പോകുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. ഇനി എങ്ങാനും തോറ്റുപോയാൽ വനവാസത്തിനുള്ള നല്ലൊരു സ്ഥലം കണ്ടെത്താനാണ് ഈ പെടാപ്പാടെന്നും VD സതീശനോട് കുശുമ്പുള്ളവർ പറയുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി ആരാകണമെന്നും ആരുടെ പേര് പറയണമെന്നും ഒരു ചർച്ചയൊക്കെ ആകാമെന്നാണ് കെ സുധാകരന്റെ അഭിപ്രായം. ജനാധിപത്യ സംവിധാനത്തിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നാണ് സുധാകരന്റെ വാദം. അല്ലാതെ പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ശരിയാകില്ല.